ഇന്ന് വായിച്ചതായിട്ടുള്ള വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യമാണ് എവൻഗേലിയോനായി വായിച്ചു കേട്ടത്. അതിൻ്റെ 23-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 22ഉം 23ഉം വാക്യം വായിക്കാം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാവാൻ ഇതൊക്കെയും സംഭവിച്ചു. 24 കൂടെ വായിക്കട്ടെ. യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെയും അറിയുന്നത് കൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തും. ഈ ആരാധന ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുമാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യം പറഞ്ഞൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആഗമന കാലത്തോടനുബന്ധിച്ചുള്ള നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ശിവ സാറ് നല്ല വചനങ്ങൾ പറഞ്ഞു. അതിൻ്റെ അങ്ങേ ഞായറാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് സാധിച്ചു. ജമീൻ അച്ഛൻ്റെ നല്ല സന്ദേശം കേൾക്കുവാൻ സാധിച്ചു. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുവാനുള്ള ഒരു വലിയ വരവിൻ്റെ, ഒരു VIP വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിച്ചതായിട്ടുള്ള തിരുവചന ഭാഗത്ത് യോസഫിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 2 ഞായറാഴ്ച മുമ്പ് നമ്മൾ സഖരിയാവിനോടുള്ള അറിയിപ്പ്, എലിസബത്തിനോടുള്ള അറിയിപ്പ്, സഖരിയാവും എലിസബത്തും അവർ ദമ്പതികൾ നീതിപൂർവമായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദമ്പതികളായിരുന്നു എന്നുള്ള, മാതൃകാ ദമ്പതികളായിരുന്നുള്ള തിരുവചന ഭാഗങ്ങൾ. 2 അമ്മമാർ തങ്ങളിൽ ഉദരഫലങ്ങൾ ഉള്ള 2 അമ്മമാർ മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടലിൻ്റെ രംഗം, ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു. ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ടോ ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം? ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? യഹോവ ഓർക്കുന്നു എന്നാണ് സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നെ നിങ്ങളെ ദൈവം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മുടെ സങ്കടങ്ങളിലും ദൈവം എന്നെ നിങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പുരാതനായ ദൈവം ഇസ്രായേൽ ജനത്തെ ഓർത്തു. അവരുടെ വേദനകളിലും കണ്ണുനീരിലും ദൈവം അവരെ ഓർത്തു. അതുകൊണ്ട് യഹോവ ഓർക്കുന്നു എന്നാണ് സഖരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സത്യം ചെയ്തു എന്നുള്ളതാണ്. ദൈവം സത്യം ചെയ്തു. മറിയ വാക്കിൻ്റെ അർത്ഥം കൃപ ലഭിച്ചവൾ, കൃപയുടെ നിറകുടമായിട്ടുള്ള മറിയ, സഹനത്തിൻ്റെ ശിരോവസ്ത്രം അണിഞ്ഞവളാണ് മറിയ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൃപയുള്ളവൻ എന്നുള്ളതാണ് യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാ വർഷവും ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ചിന്താവിഷയമാണ് യോസഫിനോടുള്ള ദൈവത്തിൻ്റെ അറിയിപ്പ്. നമ്മൾ യോസഫിനെ കുറിച്ച് അധികം പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വളർത്തച്ഛൻ എന്നുള്ള നിലയിൽ യോസഫിനെ നമ്മൾ ബഹുമാനപൂർവ്വം ഇന്ന് ലോകം സ്വീകരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോസഫിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, യോസഫ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. മറിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനായിരുന്നു ആര്? ജോസഫ്. യഹൂദന്മാരുടെ വിവാഹ കാലഘട്ടം എന്ന് പറയുന്നത് 3 പീരീഡുകളാണ്. ഒന്ന്, മാതാപിതാക്കൾ തമ്മിൽ പറഞ്ഞ് ഒക്കും. രണ്ടാമത്, ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ പറഞ്ഞു ഒക്കും. മൂന്നാമത്തെ ഘട്ടമാണ് വിവാഹത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഇവർ തങ്ങളിൽ, മാതാപിതാക്കളും ഈ ദമ്പതിമാരും തമ്മിൽ, ആകാൻ പോകുന്ന ആളുകൾ തമ്മിൽ പറഞ്ഞ് ഒത്ത് ഏതാണ്ട് 1 വർഷത്തെ കാലഘട്ടം ആണ് അതിനുവേണ്ടിയുള്ള കാലഘട്ടം.
ഈ കാലഘട്ടത്തെ ഉത്തരവാദിത്ത കാലഘട്ടം എന്നാണ് പറയുന്നത്. കൂളിംഗ് പീരീഡ് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ ശമാശന്മാരായിട്ടുള്ള ആളുകൾ സഭ തീരുമാനിക്കുന്നിടം വരെ അവർ രണ്ടാമത്തെ ഓർഡിനേഷന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കും. അച്ഛന്മാരാകുന്ന കൃഷിഷ്ഠ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കും. ആ പീരീഡ് വളരെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അതുപോലെ തന്നെ ഹൃദയ നൈർമല്യത്തിൻ്റെയും കാലഘട്ടമാണ്. ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം വ്യത്യാസമുണ്ടായി. ഇന്ന് ഷമ്മാശനായി, നാളെ കല്യാണം, മറ്റന്നാൾ പട്ടം കൂട. അപ്പോൾ ഈയിടെ കാലത്ത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ സഭയിൽ നടന്നിട്ടുണ്ട്. കിടക്കപ്പായി എഴുന്നേറ്റ് പോയി ഓർഡിനേഷനെ സംബന്ധിക്കുന്ന ഒരു കാലഘട്ടം ഇടയ്ക്ക് വന്നു ചേർന്നു. ഇപ്പോൾ അല്പം വ്യത്യാസമുണ്ട്. തിരുമേനിമാരാകാൻ പോകുന്ന ആളുകൾ ആദ്യം അച്ഛന്മാരെ അവരെ ദേറാസ്ഥാനത്തേക്ക് പ്രവേശിക്കുക. റമ്പാച്ചന്മാരായിട്ട് ദേറാസ്ഥാനത്തേക്ക് സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷമാണ് അവരെ തിരുമേനിമാരാക്കുന്നത്. സഭ തീരുമാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ 6 മാസമോ 3 മാസമോ കഴിയുമ്പോഴാണ് റമ്പാച്ചന്മാരെ തിരുമേനി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ കാലഘട്ടമെല്ലാം കൂളിംഗ് പീരീഡാണ്. ജോസഫ് മറിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അവരെങ്ങനെ അറിയപ്പെടുന്നത്? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു 5-6 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്തുവാ? പറയണം. എന്തിനു മണവാളന്? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ് തിരുസഭ. വിവാഹം കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്താ കഴിഞ്ഞിട്ടുള്ളൂ? വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ നടത്തയും നമ്മുടെ നോട്ടവും നമ്മുടേതെല്ലാം ഒരു മണവാളന് വേണ്ടിയുള്ള മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടുള്ള പവിത്രതയിലും പരിശുദ്ധിയിലും ആയിരിക്കണം. മനസ്സിലായി? ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടികൾ, അവരെ ശ്രദ്ധിച്ചാൽ 2 പൊട്ടിട്ടിട്ടുണ്ട്. ആദ്യം ഒന്നേ ഉള്ളായിരുന്നു, പിന്നെ അതിൻ്റെ മേളിൽ നെറ്റിയിൽ ഒരു പൊട്ട് കൂടി ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി എന്നെ ആരും നോക്കല്ലേ, ഞാൻ വേറൊരാൾക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിനർത്ഥം. അതുപോലെ നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ്. ഒരു മണവാളൻ നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ ആദ്യം കയറുന്നത് ആരാണ് കയറുന്നത്? മണവാട്ടി ആദ്യം കയറും. മണവാട്ടി കസേരയിലിരുന്ന് മണവാളൻ്റെ കാലച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. നാഥ നിൻ കാലച്ച കേട്ടു ഞാൻ കാതോർത്തു ഞാനിരുന്നു എന്ന് പാടുന്ന പോലെ അവരിങ്ങനെ കാത്തിരിക്കും. നമ്മളും അതുപോലെ പ്രാർത്ഥനയിൽ കാത്തിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് എന്താണ്? ഒരാഘോഷം മാത്രമാണോ? ഒരു കൂത്താട്ടമാണോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് വെടിയും പുകയും ഭൂമിയിലെ മധ്യരാജാക്കന്മാർക്ക് സന്തോഷവും സമാധാനവും, അതാണോ? നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്ന ഒരാഘോഷം മാത്രമല്ല, ഒരാരാധന കൂടിയാണ്. ആമീൻ. എത്ര പേർക്കറിയാം? പറഞ്ഞേ. നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഒരാഘോഷവും ആചാരവും മാത്രമല്ല, പിന്നെയോ ഒരാരാധനയായിരിക്കണം. ആരാധനയ്ക്ക് വെളിയിൽ നമ്മുടെ ആഘോഷം ചാടിപ്പോകുമ്പോഴാണ് നമ്മളല്ലാതെ മാറുന്നത്. 50 പേര് കരോളിനിറങ്ങിയാൽ, അല്ലെങ്കിൽ 70 പേര് കരോളിനിറങ്ങിയാൽ, ഒരു 3 പേര് ചിലപ്പോൾ അത് ആഘോഷമാക്കി മാത്രം മാറ്റുന്നവരുണ്ട്, ആരാധനയല്ല. ഉടനെ പറയും, എന്താ പറയും? ഈ പോയവരെല്ലാം അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയും. കാരണം എന്താ? പക്ഷെ എത്ര പേരേ ഉള്ളൂ? 3 പേരെ ആഘോഷിക്കാൻ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആരാധനയാണ്. അതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്രിസ്മസ് ആഘോഷം അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റൗണ്ട്സ് ആണെങ്കിലും എവിടെയാണെങ്കിലും അത് ഒരാരാധനയാണ്. അതോടൊപ്പം തന്നെ ഒരാഘോഷമാണ്. കർത്താവിനെ ലോകത്തിലേക്ക് നൽകിയ ദൈവത്തിനെ സ്തുതിക്കുന്ന സ്തുതിയുടെ ഒരു ആരാധനയുടെ അനുഭവമാണ്. അതുകൊണ്ട് ആരാധനയിൽ നിന്ന് ഈ ആഘോഷം മാറുമ്പോഴാണ് മനുഷ്യനല്ലായിത്തീരുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. ഇവിടെ ഉയർന്ന നീതിയുടെ പ്രയോക്താവാണ് ജോസഫ്. ഉന്നതമായ നീതിയുടെ വക്താവാണ് ജോസഫ്. കാരണം എന്താണ്? നമ്മൾ വായിക്കുന്നുണ്ട്, അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എങ്ങനെ ഉപേക്ഷിപ്പാൻ ഭാവിച്ചു?
നാട് മുഴുവൻ നാറ്റിയിട്ടാണോ? പിന്നെ ആൾക്കാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി വിചാരണ നടത്തിയിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? വളരെ രഹസ്യമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ലോകത്തിൽ ഏറ്റവും വലിയ അപമാനം പേറി ജീവിക്കേണ്ട ഒരു പുരുഷനില്ല. അതിനേക്കാൾ അപമാനം ഒന്നുമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ ലഭിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ട്, ജോസഫ് നീതിമാനായ മനുഷ്യനായകൊണ്ട് ഗൂഢമായി രഹസ്യമായി അവളെ ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിശബ്ദനായ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, നിശബ്ദനായ ഒരു മനുഷ്യൻ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന നമ്മളിൽ പലരും നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരൊച്ചപ്പാടുമില്ല. അവര് ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീതിബോധത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തു വന്നാലും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള വിഷയമുണ്ടായാലും ഒച്ചപ്പാടുകളില്ലാതെ ശാന്തമായി പ്രാർത്ഥിക്കുന്നവർ. നിശബ്ദമായ നീതിയുടെ ഉടമസ്ഥരായി തീരുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കരുണയുള്ള നീതിമാനായിരുന്നു. കരുണയുള്ള നീതിമാനായതുകൊണ്ടാണ് മറിയെ ഉപേക്ഷിപ്പാൻ താല്പര്യം കാണിച്ചില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ ശ്രദ്ധിപ്പാനായിട്ട് ഇടവരുന്നത്. അതുകൊണ്ട് മറിയയ്ക്ക് അപമാനം വരുത്താതിരിക്കുവാൻ ജോസഫ് എപ്പോഴും ശ്രദ്ധിച്ചു. മറിയയ്ക്ക് അപമാനം വരുത്തുവാൻ ഒരിക്കലും ജോസഫിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ രഹസ്യമായി അപമാനം വരുത്താതെ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു ജോസഫിനെയാണ് കാണുന്നത്. ഉയർന്ന നീതിയുടെ, ഉന്നതമായ നീതിയുടെ പ്രയോക്താവാണ് ജോസഫ്. നിശബ്ദനായ നീതിമാനാണ് ജോസഫ്. കരുണയുള്ള നീതിമാനായ ഒരു മനുഷ്യനാണ് ജോസഫ് എന്നുള്ളത് നമുക്ക് വായിക്കാം. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, യഥാർത്ഥമായ അനുസരണത്തിൻ്റെ ആൾരൂപമാണ് ജോസഫ്. നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ ഒരിക്കലും ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്നുള്ള വലിയ ശബ്ദമാണ് ജോസഫ് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിപ്പാനായിട്ട് ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടവരാം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി 2 മണിക്ക് ബൈക്കിൽ, എന്തുവാ പുതിയൊരു പേര് ഇപ്പം പറയാമല്ലോ, പണ്ട് കാമുകനും കാമുകയൊക്കെയാണ് പറയുന്നത്, ഇപ്പം പുതിയൊരു പേര് പറയാമല്ലോ, എന്തുവാ, ബോയ് ഫ്രണ്ട്. അതിന് മലയാളത്തിൽ പറയുന്നത് ആ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ 2 മണിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പത്രത്തിൽ ഇഷ്ടംപോലെ ഇത് വായിച്ചുകൊണ്ടിരിക്കുക, ദിവസവും ഇത് കേട്ടുകൊണ്ടിരിക്കുക. ചിലത് മരിക്കുന്നു, ചിലർ കൊല്ലപ്പെടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്നും എവിടെ ചെലവഴിക്കുന്നു എന്നും അവരുടെ സമയങ്ങൾ എവിടെയാണെന്നും മാതാപിതാക്കൾ വളരെ ആലോചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലേ? നമുക്ക് 2 കണ്ണേ ഉള്ളൂ, എന്നാൽ നമ്മുടെ 3 കണ്ണ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിയുന്നത്. കിടക്കപ്പായിൽ കിടന്നുറങ്ങുന്നവരെ പോലും വിശ്വസിക്കാനൊക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. അവിടെയാണ് ജോസഫിൻ്റെ നീതിബോധം, യഥാർത്ഥമായ അനുസരണത്തിൻ്റെ ആൾരൂപമാണ് ജോസഫ്. ആൺ സുഹൃത്തിൻ്റെ കൂടെയും പെൺ സുഹൃത്തിൻ്റെ കൂടെയും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം. എന്നാൽ മറിയയുടെയും ജോസഫിൻ്റെയും ആ ഉത്തരവാദിത്ത കാലഘട്ടം എന്ന് പറയുന്നത്, അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് മനസ്സിലെ ആ വേദന പങ്കുവയ്ക്കുവാൻ വേണ്ടി എലിസബത്തിനെ തേടി ബന്ധപ്പെട്ട് യഹൂദിയ മലനാട്ടിൽ യാത്ര ചെയ്യുന്ന മറിയയെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയ ചുവടുവയ്പ് അവിടെ നടത്തുകയും മറിയയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ജോസഫിൻ്റെ ദൈവവുമായിട്ടുള്ള സംഭാഷണം വേറെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, നിശബ്ദമായിട്ടുള്ള ഒരു അനുഭവമാണ്. മൗനം വാചാലമായിട്ട് സ്വീകരിക്കപ്പെടുകയാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും പലവിധമായ കാര്യങ്ങളിൽ ചഞ്ചലപ്പെടുന്നവരാണ്, ആശങ്കപ്പെടുന്നവരാണ്, ഭയാശങ്കകളിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പാട്ട് പാടിയപ്പോൾ, വചനം വായിച്ചപ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ ഉരുവിട്ടപ്പോൾ ദൈവശബ്ദം
നമ്മൾ കേട്ടു. ആ ദൈവശബ്ദത്തിൻ്റെ മുന്നിൽ വിധേയപ്പെടുവാനും വിനയപ്പെടുവാനും നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം ഓർപ്പിക്കാനായിട്ടുള്ളത്, നിന്ദിക്കപ്പെടുവാനുള്ള സാഹചര്യത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ജോസഫിന് സാധിച്ചു. ലോകപ്രകാരം തൻ്റെ കുടുംബത്തിൽ നിന്നും ലോകത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എത്രമാത്രം അവമാനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പുരുഷൻ ആ അവമാന സാഹചര്യത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. തൻ്റെ പ്രതിശ്രുത വധു ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുന്നതായിട്ടുള്ള ഒരു ജോസഫിനെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് ഒന്നാം പാഠം വായിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇമ്മാനുവേൽ എന്നൊരു പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദേവൻകേരവന് വായിച്ചു കേട്ട ഭാഗവത്തും എഴുതിയിട്ടുണ്ട്, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളുടെയും സങ്കടങ്ങളുടെയും നിരാശകളുടെയും മധ്യത്തിൽ നോക്കി നിൽക്കുന്ന നിസ്സഹായനായ ഒരു യേശുവിനെയല്ല, പിന്നെയോ നമ്മോടുകൂടെ ഇറങ്ങി വന്ന് ഇരിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ആമേൻ. നമ്മുടെ ആശങ്കകളിലും ഭയാശങ്ങളിലും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഒരു യേശുവിനെയല്ല, പിന്നെയോ അവൻ നമ്മോടുകൂടെ ഉണ്ട്. നമ്മുടെ സംഭാഷണങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാൻ ഇരിപ്പ് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലോർഡ് സേവ്സ്, ലോർഡ് സേവ്സ്, ദ ലോർഡ് ഈസ് സാൽവേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം രക്ഷയാകുന്നു, രക്ഷിക്കുന്നവനാണ്. ദ ലോർഡ് ഈസ് സാൽവേഷൻ, ദ ലോർഡ് സേവ്സ് എന്നാണ്, രക്ഷകൻ എന്നുള്ള അർത്ഥമാണ്. ആ ഒരു രക്ഷകന്റെ സന്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുവാനായിട്ട് വിധിക്കപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങളിലൂടെ ഓർപ്പിച്ചല്ലോ. ഒന്ന്, നീതിമാനായ ജോസഫ്, നിശബ്ദനായ നീതിമാനായ ഒരു മനുഷ്യൻ, കരുണയുള്ള നീതിമാനായ മനുഷ്യൻ. ലോകവാദം പലത് രണ്ടുപേർക്കും ഉണ്ടാകാമായിരുന്നു. അപമാനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവർക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ച് കർത്താവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ദമ്പതിമാരായിട്ടാണ് ജോസഫും മറിയയും കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം ഒരാഘോഷം മാത്രമല്ല, അതൊരാരാധന കൂടിയാണ്. ഈ ആരാധന എന്നെപ്പോൾ ഈ ആഘോഷം മാറിപ്പോകുമ്പോൾ അത് ലോകത്തിൽ മനുഷ്യരുടെ മുന്നിൽ വിളങ്ങുവാൻ കഴിയാത്ത ഒരു ആചാരമായിട്ട് അത് മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വാക്കുകൾ ഇന്ന് ശ്രമിച്ചതായിട്ടുള്ള ദൈവവചന ഭാഗം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട് അനുസരണയോടെ ദൈവസ്ഥനിൽ വിനയപ്പെട്ട് താഴ്മയുള്ളവരായി ജീവിപ്പാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ പങ്കുകാരായിട്ട് തീരുവാൻ നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.